ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് കറണ്ടിനും വെള്ളത്തിനും പണമടയ്ക്കേണ്ടാത്ത 10 ലക്ഷം രൂപയുള്ള വീടിനെ കുറിച്ചിട്ടാണ്. ഒരു മനുഷ്യന്റെ എക്കാലത്തെയും വലിയ ആഗ്രഹമാണ് വീട് എന്നത്. ലോൺ എടുത്തും വിറ്റുപെറുക്കിയുമാണ് പലരും ഇതിനായുള്ള പണം കണ്ടെത്തുന്നത്. നിർമ്മിക്കുന്ന വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും വേണമെന്നാണ് ചിലരുടെ നിർബന്ധം. എന്നാൽ അത്യാവശ്യ സൗകര്യങ്ങൾ മാത്രമുള്ള അടച്ചുറപ്പുള്ള ഒരു വീട് മതിയെന്ന ചിന്തയുള്ളവരും ധാരാളം. എങ്ങനെയുള്ള വീട് നിർമ്മിച്ചാലും കുറഞ്ഞത് 30 ലക്ഷത്തിന് മുകളിലാവും ചെലവ്. വീട് മോടി പിടിപ്പിക്കാനും വീട്ടു സാധനങ്ങൾ വാങ്ങാനും പിന്നെയും ലക്ഷങ്ങൾ ചെലവ് വരും. എന്നാൽ 10 ലക്ഷം രൂപയ്ക്കുള്ളിൽ ചെലവ് വരുന്ന ഏറ്റവും പുതിയ AI സാങ്കേതിക വിദ്യകളെല്ലാം സമന്വയിപ്പിച്ച ഒരു വീട് കിട്ടിയാലോ? ഈ വീട്ടിൽ താമസിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും കറണ്ട് ബില്ലും കുടിവെള്ളത്തിനുള്ള ബില്ലും അടയ്ക്കുകയും വേണ്ട. മാത്രമല്ല ഭൂകമ്പത്തെയും വെള്ളപ്പൊക്കത്തെയും തീപിടുത്തത്തെയും പേടിക്കേണ്ട. ലോക കോടീശ്വരന്മാരിൽ ഒരാളായ ഇലോൺ മസ്കിന്റെ കമ്പനി പുറത്തിറക്കിയ പുത്തൻ മൊബൈൽ വീടുകൾക്കാണ് ഈ പ്രത്യേകതകളെല്ലാം ഉള്ളത്. ഇത് ഉരുക്കിനേക്കൽ കരുത്തുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പ്രത്യേകതരം വസ്തുക്കൾ കൊണ്ടാണ് വീടിന്റെ ചുമരും മേൽക്കൂരയും നിർമ്മിച്ചിരിക്കുന്നത്. ശക്തിയിൽ ഉരുക്കിനെയും തോൽപ്പിക്കും. പക്ഷേ ഭാരം തീരെ കുറയും. ഒരിക്കലും തീ പിടിക്കില്ല. ഭൂകമ്പമോ വെള്ളപ്പൊക്കമോ ഉണ്ടായാലും നോ പ്രോബ്ലം. വീട് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂറുകൾ കൊണ്ട് ഇതിന് കഴിയും. ചുമരുകളുടെയും മറ്റു ഭാഗങ്ങൾ അഴിച്ചു മാറ്റി അടക്കിയെടുത്ത് നമ്മുടെ കാറിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകാം. പുതിയ സ്ഥലത്തെത്തി വീട് ആക്കുന്നതിനും ചുരുങ്ങിയ സമയം മാത്രം മതി. കുറഞ്ഞ സ്ഥലം മതി ഇത്തരം വീടുകൾ നിർമ്മിക്കാൻ. കുഴിയെടുപ്പോ മണ്ണ് നിരപ്പാക്കലോ വേണ്ട. കറണ്ട് ചാർജും വാട്ടർ ചാർജും വേണ്ടേ വേണ്ട. മസ്കിന്റെ വീടുകൾക്ക് മുകളിൽ നിറയെ ഉയർന്ന ശേഷിയുള്ള സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വീട്ടിലെ ആവശ്യത്തിനുള്ള മുഴുവൻ വൈദ്യുതിയും ഇതിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഉപയോഗിച്ച ശേഷം മിച്ചം വരുന്ന വൈദ്യുതി സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം. 1-2 ദിവസം സൂര്യനെ കണ്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ലെന്നർത്ഥം. ഈ വൈദ്യുതി ഉപയോഗിച്ച് തന്നെ ഞൊടിക്കുള്ളിൽ വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുകയും ആവാം. മഴവെള്ളം സംഭരിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതിനാൽ വെള്ളത്തിന്റെ പ്രശ്നം ഒരിക്കലും ഉണ്ടാകില്ല. വീടിന് മുകളിലെയും പരിസരത്തെയും മുഴുവൻ മഴവെള്ളം പ്രത്യേക സംവിധാനത്തിലൂടെ പ്രത്യേക ടാങ്കുകളിലേക്ക് മാറ്റും. ഇവിടെ വെച്ച് ഇത് ശുദ്ധീകരിച്ച ശേഷമാണ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ടോയ്ലറ്റിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വെള്ളവും ശുദ്ധീകരിച്ച് പുനരുപയോഗ സാധ്യമാക്കും. പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ വെള്ളം വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതിയാകും. AI ആശാൻ എന്ന് വിശേഷിപ്പിക്കുന്ന മസ്ക് കുഞ്ഞൻ മൊബൈൽ വീടുകളിലും AI വാരി വിതറുകയാണ്. വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും ഉപയോഗം മുതൽ അത് കാണാൻ കഴിയും. സ്വിച്ചുകളുടെ ആവശ്യം തന്നെ ഇല്ല. പ്രകാശം കുറയുന്നതിനനുസരിച്ച് ലൈറ്റുകൾ സ്വയം പ്രകാശിക്കും. മുറിയിൽ എത്രത്തോളം വെളിച്ചം വേണമെന്ന് കണക്കാക്കിയാണ് പ്രകാശത്തിന്റെ തീവ്രത നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെയാണ് തണുപ്പിന്റെയും ചൂടിന്റെയും കാര്യവും. ചൂട് കാലത്ത് കൂടുതൽ ചൂട് അകത്തേക്ക് കടന്നാലുടൻ കർട്ടനുകൾ താഴെ വീഴും. അതോടെ ചൂട് പടിക്ക് പുറത്താകും. തുടർന്ന് AC മുറി തണുപ്പിക്കും. ആവശ്യത്തിന് തണുപ്പായാൽ AC സ്വയം ഓഫ് ആകും. ഇതുപോലെ തന്നെയാണ് അടുക്കളയിലെ ഇൻഡക്ഷൻ സ്റ്റവും മിനി ഫ്രിഡ്ജുമെല്ലാം. വേസ്റ്റ് മാനേജ്മെന്റിനും ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിൽ മുങ്ങി നിൽക്കുന്നതിനാൽ കള്ളന്മാർക്ക് അകത്ത് കടക്കാനും ജന്മത്ത് കഴിയുകയില്ല. വീടിന്റെ അകത്തെയും പുറത്തെയും രൂപം ആരെയും ആകർഷിക്കും. ഒരു വ്യക്തിക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത സൗകര്യങ്ങളാണ് വീട്ടിലുള്ളത്. കോടികൾ ചിലവാക്കി നിർമ്മിക്കുന്ന വീടുകളിൽ പോലും ഇത്രയും സൗകര്യങ്ങൾ അപൂർവമായിരിക്കും. ലിവിംഗ് ഏരിയയിലേക്ക് കയറുന്നത് മുതൽ അവ നമുക്ക് കാണാൻ കഴിയും. ടോയ്ലറ്റിലും കിടപ്പുമുറിയിലും കയറുന്നതോടെ ഇവ നമുക്ക് അനുഭവിച്ചറിയാം. 1 ഇഞ്ച് സ്ഥലം പോലും വെറുതെ കളഞ്ഞിട്ടില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. നാം തിരഞ്ഞെടുക്കുന്ന വീടിന്റെ വലിപ്പത്തിനനുസരിച്ച് വിലയും മാറും. അപ്പൊ പുതിയ AI വീടുകൾ വേഗം കേരളത്തിൽ വരട്ടെ, നമുക്കെല്ലാവർക്കും മേടിക്കാൻ കഴിയട്ടെ. എന്തായാലും ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കും മേടിക്കാനും കാണാനും താമസിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് ഇല്ലേ?
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.